മഴത്തുള്ളി തമ്മിൽ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സ്റ്റാലിൻ്റെ അനിയന്മാരൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും അലീനയെ കുളത്തൂപ്പുഴയിൽ നിന്ന് ഓട്ടിക്കണമെന്നൊക്കെയുള്ള പ്ലാനിങ്ങും കാര്യങ്ങളായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അവരിങ്ങനെ ആലോചിക്കും നമ്മൾ എന്ത് പറഞ്ഞാൽ അവളിങ്ങനെ ഭീഷണിപ്പെടുത്തി നമ്മൾ അവിടെ നിന്ന് ഓട്ടിക്കുമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ റോബിച്ചനൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് അവൾക്ക് കുളത്തൂപ്പുഴയിൽ നിൽക്കുന്നത് സേഫ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാം, അവൾക്ക് അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു രീതിയൊക്കെ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ തന്നെ തോന്നണം എന്തായാലും അവൾ അവിടെ നിന്നാൽ അവൾക്ക് സേഫ് അല്ല. കാര്യം വെച്ചാൽ അവൾക്ക് കൂടാണെങ്കിൽ ആരും ഇല്ലല്ലോ, എല്ലാവരും ഒക്കെ ശത്രുക്കളല്ലേ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഷെറിനെയും കൂട്ടിയിട്ട് നമ്മൾ റോബിച്ചൻ്റെ വൈഫ് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഷെറിനാണെങ്കിൽ ടോണിച്ചായനെ കാണണമെന്നും പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കുന്ന പറയുന്ന സമയത്ത് നമ്മൾ സ്റ്റാലിൻ്റെ അനിയൻ പറയുന്നത് പിന്നെ ടോണിച്ചാനാണെങ്കിൽ എൻ്റെ മടിയിലല്ലേ ഇരിക്കുന്നത്, ഇപ്പം എനിക്ക് തോന്നുമ്പോൾ എനിക്ക് കാണിച്ചു കൊടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഷെറിനെ അടിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഷെറിനെയും കൊണ്ട് നമ്മൾ റോബിച്ചൻ്റെ വൈഫ് അങ്ങ് അകത്തോട്ട് റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഷെറിനാണെങ്കിൽ ആങ്ങളമാരെ നോക്കി പോടാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ ഇങ്ങനെ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മൾ അവതക്കുട്ടി ചാനൽ വീണ്ടും വരുന്നുണ്ട് കേട്ടോ നമ്മൾ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക്. നമ്മൾ അവതക്കുട്ടി ചാനൽ കാണുന്ന സമയത്തൊക്കെ അലീനയ്ക്കൊക്കെ ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവതക്കുട്ടി ചാനാണെങ്കിൽ നമ്മൾ സ്റ്റാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ പറയുന്ന കേട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ വഴി, നമ്മളെന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവലിയൊക്കെ എടുത്ത് തലയിലേ വെക്കുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, അവളെ ഇങ്ങോട്ട് എവിടെ നിന്നാണോ കൊണ്ടുവന്നാൽ അങ്ങോട്ട് തന്നെ തിരിച്ച് നമുക്ക് പറഞ്ഞയക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സ്റ്റാലിൻ ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയുന്നുണ്ട് ആർക്കും വേണ്ടി ഞാൻ എൻ്റെ മോളെ ഞാൻ എവിടേക്കും വിട്ടയക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ നമ്മൾ സ്റ്റാലിൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ അവതക്കുട്ടി ചായനാണെങ്കിൽ ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാലിൻ്റെ മനസ്സിൽ എന്താണ് ഇരിപ്പെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ അവതക്കുട്ടി ചായൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ. അപ്പോഴത്തേക്കും മനസ്സിലായി എന്തായാലും സ്റ്റാലിൻ എന്തായാലും ആർക്കും വേണ്ടി അലീനയെ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ അവതക്കുട്ടി ചായനൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അലീനയൊക്കെ കാണിക്കുന്നത്, അപ്പം അലീന ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ അവതക്കുട്ടി ചായനൊക്കെ വന്നിട്ട് നമ്മൾ അലീനയുടെ നിരാഹാര സത്യാഗ്രഹമൊക്കെ ഇനി എന്തായാലും മാറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.